അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. UDF മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ഭരണത്തിൽ വരാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം കണ്ട ചില പ്രചാരണങ്ങളുണ്ടായിരുന്നു. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും ഒരേ തരത്തിൽ കേരള സമൂഹത്തെ ന്യൂനപക്ഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്ന ഒരു പ്രചരണം. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ AK ബാലൻ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ്. അതുപോലെ തന്നെ വിജയരാഘവൻ, വെള്ളാപ്പള്ളി നടേശൻ, രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് കേരളത്തിൽ അഴിച്ചുവിട്ടത്. എല്ലാവർക്കും ഒരേ തരം വേവലാതിയായിരുന്നു. മുസ്ലിം മന്ത്രിമാരുടെ എണ്ണം കൂടും, മുസ്ലിം മുഖ്യമന്ത്രി വരും എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. എന്നാൽ ഈ പ്രചരണങ്ങളെല്ലാം തന്നെ കേരള ജനത ഒറ്റക്കെട്ടായി തള്ളിക്കളഞ്ഞു എന്ന് വേണം ഈ ഇലക്ഷൻ റിസൾട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തര കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. ഇവിടെ വന്നാൽ UDF സർക്കാർ വന്നാൽ മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. അത് അവരുടെ ഒരു കണ്ടീഷനാണ്. 6 മന്ത്രിമാരായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞാൻ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. ലീഗ് ഉപ മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല. കേരളത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമേ ഇല്ല. എന്നാൽ നമ്മുടെ അനുഭവം എന്താ? മന്ത്രിസ്ഥാനത്തിന്റെ എണ്ണം സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുന്നത് കേരളം കാണുകയുണ്ടായി. അത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ കേരളം അനുഭവിച്ചതാ. കുത്തിനു പിടിച്ച് മന്ത്രിസ്ഥാനം ചോദിച്ചു മേടിക്കുന്ന ഒരു അനുഭവം കേരളത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായല്ലോ. അത് ഈ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ കേട്ടുകേൾവിയില്ലാത്തതിന് അതന്നെ പ്രശ്നം. അതാണ് സമ്മർദ്ദങ്ങൾ. അത്തരം